ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ നമ്മെ ഈ ലോകത്തിലായിരിക്കാൻ തക്കവണ്ണം അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിനെ ആദ്യമേ സ്തുതിക്കാം. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ കഴിയാതെ നമ്മൾ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ? ശത്രുക്കൾ നമ്മുടെ വാക്കുകളെ വളച്ചൊടിച്ച് നമ്മെ പൂർണ്ണമായും തകർക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പലപ്പോഴും പതറിപ്പോയിട്ടില്ലേ? പ്രിയ സഹോദരി സഹോദരങ്ങളെ, ലോകം മുഴുവൻ നമുക്കെതിരെ കള്ളക്കേസുകളും തന്ത്രങ്ങളും മെനയുമ്പോഴും ഒരു രാജകീയ പ്രൗഢിയോടെ അതിനെയെല്ലാം എങ്ങനെ നേരിടാമെന്ന് പഠിപ്പിക്കുന്ന മഹത്തായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 26-63-64 വാക്യങ്ങൾ. വചനം ഇപ്രകാരമാണ്: യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറയുകയെന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. യേശു ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് പിടിക്കപ്പെട്ടു. വ്യാജ സാക്ഷികളെ കൊണ്ടുവന്നു. നിരവധി കുറ്റാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. എന്നാൽ യേശു അവിടെയെല്ലാം നിശബ്ദനായിരുന്നു. കപട ലോകത്തിന്റെ അനീതി നിറഞ്ഞ കോടതികൾക്ക് മുൻപിൽ യേശു ക്രിസ്തു കാണിച്ചു തന്ന അതിശക്തമായ ആത്മവിശ്വാസത്തിന്റെ പശ്ചാത്തലമാണിത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് അർദ്ധരാത്രിയിൽ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് അന്യായ വിചാരണ നടന്ന സംഭവമാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. യേശുവിനെ എങ്ങനെയെങ്കിലും വധിക്കാൻ വേണ്ടി അന്നത്തെ മത നേതാക്കൾ കള്ളസാക്ഷികളെ കൂലിക്കെടുത്ത് വിചാരണ നടത്തുകയായിരുന്നു. എന്നാൽ ആ കള്ളക്കഥകൾക്ക് മുൻപിൽ ഒരക്ഷരം പോലും മിണ്ടാതെ യേശുക്രിസ്തു വളരെ ശാന്തനായി ഇരുന്നു. യേശുവിന്റെ ആ മൗനം കയ്യഫാവിന് ദേഷ്യം പിടിപ്പിച്ചു. ഒടുവിൽ അവൻ ദൈവനാമത്തിൽ സത്യം ചെയ്തപ്പോഴാണ് യേശു ഈ ശക്തമായ മറുപടി നൽകുന്നത്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം എന്തെന്നാൽ മൗനത്തിന്റെ കരുത്ത് എന്താണെന്നാണ്. ദ പവർ ഓഫ് സൈലൻസ്. വചനം പറയുന്നു, യേശുവോ മിണ്ടാതിരുന്നു. നമ്മെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം കള്ളങ്ങൾ പറയുന്ന ആളുകളോട് വാദിക്കാൻ നിൽക്കുന്നത് നമ്മുടെ വിലയേറിയ ഊർജം കളയുന്നതിന് തുല്യമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും മിണ്ടാതിരിക്കണം എന്നല്ല. സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ സത്യം എന്തെന്ന് മനസ്സിലാക്കിയാൽ അത് തുറന്നു പറയുവാനും അത് പ്രവർത്തിക്കുവാനും നമ്മൾ വീഴ്ച കാണിക്കരുത്. യേശുവിനോട് നേരിട്ട് ചോദിച്ചപ്പോൾ അവൻ സത്യം മറച്ചില്ല. സത്യം പറഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും അവൻ സത്യത്തിൽ ഉറച്ചു നിന്നു. ഇന്ന് ലോകം നമ്മെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നു. എന്നാൽ ദൈവം സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ നമ്മെ വിളിക്കുന്നു. പലപ്പോഴും പല സത്യങ്ങളും നമ്മൾ വിട്ടുകളയാറുണ്ട്. അത് മറ്റുള്ളവർക്ക് പ്രീതി തോന്നാത്ത കുറെ സത്യങ്ങളുണ്ടാകാം. അപ്പോൾ നമ്മൾക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അവരോട്. അവരുടെ മുഖത്ത് നോക്കി സത്യമാണെങ്കിൽ ഉറച്ചു നിന്ന് പറയുവാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥ വിജയത്തിന് അനാവശ്യമായ ബഹളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കയ്യഫാവിന്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി ശ്രദ്ധിക്കുക: ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്നാണ്. യേശു അപ്പോൾ നിൽക്കുന്നത് ഒരു പ്രതിയുടെ സ്ഥാനത്താണ്. കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. ചുറ്റും പരിഹാസങ്ങളാണ്. എന്നാൽ ആ കഠിനമായ സാഹചര്യത്തിലും യേശു നോക്കിയത് തൻ്റെ താൽക്കാലിക അവസ്ഥയിലേക്കല്ല, മറിച്ച് തൻ്റെ മഹത്വമുള്ള ഭാവിയെക്കുറിച്ചാണ്. മറ്റുള്ളവർ പരാജയം കണ്ടപ്പോൾ യേശു വിജയം കണ്ടു. നിങ്ങളും ഇന്ന് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ അവസാന ലക്ഷ്യമല്ല. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ ഭാവി അതിലും മഹത്തരമാണ്. അവൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്നെ ഒരു പ്രതിയായി കാണുമായിരിക്കും, എന്നാൽ നാളെ നിങ്ങൾ എന്നെ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നത് കാണും.
കാരണം കള്ളക്കോടതികൾക്ക് മുമ്പിൽ കെട്ടപ്പെട്ട കൈകളോട് നിന്നിട്ട് മരണത്തെയും കല്ലെറിയെയും തകർത്ത് സർവശക്തനായി എഴുന്നേറ്റ് വന്നവനാണ് നമ്മുടെ കർത്താവ്. അടുത്തതായി എന്താ? ദൈവം എല്ലായ്പ്പോഴും ഒരു പ്രത്യേക നിയന്ത്രണത്തിലാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയെങ്കിലും ദൈവം തൻ്റെ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുകയായിരിക്കും. പലപ്പോഴും പഴയകാലത്ത് കുരിശ് പരാജയമായിരുന്നു, പക്ഷേ അത് വിജയത്തിലേക്കുള്ള വഴിയായിരുന്നു. നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരാം, എന്നാൽ ദൈവം എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. വിശ്വസ്തരായവർക്കാണ് വിജയം. യേശു വിശ്വസ്തനായി തുടർന്നു. അവനെ ഉപേക്ഷിച്ചില്ല, അവൻ പിന്നോട്ട് പോയില്ല. അവസാനം ഉയർത്തെഴുന്നേൽപ്പിന് മഹത്വം ലഭിച്ചു. നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. വിശ്വസ്തത വിജയത്തിലേക്ക് നയിക്കും. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു സത്യത്തിനു വേണ്ടി ധൈര്യത്തോടെ നിലകൊള്ളാൻ എന്നതാണ്. ആ സത്യം വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും നിശബ്ദതയുടെ ശക്തി നമുക്ക് പഠിക്കാം. സത്യത്തിൽ ഉറച്ചു നിൽക്കാം. ഇന്നത്തെ പ്രതിസന്ധികളെക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാം. ഇന്ന് നിങ്ങൾ എന്ത് സാഹചര്യത്തിലായാലും ഓർക്കുക, നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ദൈവം ഇപ്പോഴും എന്നും പ്രവർത്തിക്കുന്നവനാണ് നമുക്ക് വേണ്ടിയിട്ട്. വിജയം നമ്മുടെ തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ തോറ്റവനെ പോലെ കാണിക്കുന്നുവെങ്കിൽ അതിൽ ഭയപ്പെടരുത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥയല്ല, ശാശ്വതമായ ഭാവിയാണ് കർത്താവ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. പ്രതികളുടെ നടുവിലും നമ്മുടെ ലക്ഷ്യങ്ങളെയും ഭാവിയെയും കുറിച്ച് ഉറച്ച ബോധ്യമുള്ളവരായിരിക്കുക. ഒരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലരും ക്രിസ്ത്യാനികളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ചോദിക്കാറുണ്ട്, കർത്താവ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ ആരാധിക്കുക, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവപുത്രനാണ്, അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വാക്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് തൻ്റെ ഇടത്തോടുകൂടെ കാണിച്ചു കൊടുക്കാവുന്നതാണ് ഈ വചനം. കൃത്യമായിട്ട് പറയുന്നു, ഞാനാണ് ദൈവപുത്രൻ, ഞാനാണ് ഈ ലോകത്തിൽ വരാനിരിക്കുന്ന മശിഹ, ഞാൻ ഇനിയും വരും, ഞാൻ സ്വർഗത്തിലേക്ക് കരകയറി പോകും, എൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുമെന്ന് സാക്ഷ്യം പറയുകയാണ്. ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. പല വ്യക്തികളും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്ത്യാനികളെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മോട് പറയുന്നു, ദൈവം നമുക്ക് വേണ്ടി ഈ ലോകത്തേക്ക് അയച്ച രക്ഷിതാവാണ് കർത്താവ് യേശു ക്രിസ്തു. നമുക്ക് അവനിൽ പൂർണ്ണമായി വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർക്ക് ഭാവി പ്രത്യാശ നിറഞ്ഞതാണ്. കർത്താവ് നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ തിരിയും സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, ഈ തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിന്റെ മക്കളെയും ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നവരെയും ഈ നിമിഷത്തിൽ നിന്റെ തൃപാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടുവല്ലോ, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീ തന്നെയാണ് മശിഹ, നീ തന്നെയാണ് ദൈവപുത്രൻ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് വാഗ്ദത്ത പ്രകാരം വന്നവനാണ് നീ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഏറ്റെടുത്ത ആ കാൽവറിയുടെ ഉന്നതങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായവനാണ് നീ. അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നീ സ്വർഗത്തിലേക്ക് കരയേറിയവനാണ് നീ. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ കർത്താവെ, എല്ലാവരെയും ഈ നിമിഷത്തിൽ നീ അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. അവർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവെ, നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നീ കൊടുക്കണമേ. ഏത് അവസ്ഥയിലായിക്കോട്ടെ കർത്താവെ, നിന്റെ കൃപ നിന്റെ മക്കളിൽ ചൊരിയണമേ. വേദനയിലായിരിക്കുന്ന മക്കൾക്ക് ആശ്വാസം നൽകണമേ. സ്വർഗം തുറന്ന് അവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ എത്ര വലിയ പ്രതിസന്ധികളിലാണെങ്കിലും കർത്താവെ, നിന്റെ കരങ്ങൾ നീട്ടി കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. കർത്താവ്, ജീവിത ലക്ഷ്യമൊന്നുമില്ലാതെ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് കർത്താവ് വഴി കാണിച്ചു കൊടുക്കണമേ. കർത്താവ്, വേദനകളിലായിരിക്കുന്നവരെ
കർത്താവ് ഇനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് മടുത്തിരിക്കുന്നവർ ഈ നിമിഷം നീ അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവ് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും നിനക്ക് മാർഗം കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. കർത്താവെ, നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എത്ര വലിയ വേദനയാണെങ്കിലും കർത്താവെ, നീ ആശ്വാസം പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഈ ദിവസം നല്ലൊരു ദിവസമായി കർത്താവ്, ഇനിയുള്ള ജീവിതം നല്ലൊരു ജീവിതമായി തീരുവാൻ തക്കൊണ്ട് നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന ഏത് സാഹചര്യങ്ങളാണെങ്കിലും കർത്താവെ, ആ സാഹചര്യങ്ങളെല്ലാം നിന്റെ മക്കളുടെ സാഹചര്യങ്ങളായിട്ട് നീ രൂപാന്തരപ്പെടുത്തണമേ. പ്രതിസന്ധികളിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവെ, നീ തുണയായിരിക്കണമേ. എല്ലാ ലംഘനങ്ങളും മതിയാക്കി കർത്താവെ, നിന്റെ തൃപ്പാദത്തിൽ സന്തോഷത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം, സമാധാനത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് കർത്താവെ, ഈ ലോകത്തിൽ ആർക്കും ഞങ്ങളെ സഹായിപ്പാൻ കഴിയില്ല, ഞങ്ങൾ അത്രയ്ക്ക് അധപ്പതിച്ചു പോയി. എന്നാൽ കർത്താവെ, നിനക്ക് ഇന്ന് സാധിക്കും. ആ ഹൃദയത്തെ ശോധന ചെയ്ത് കർത്താവെ ക്ഷമിച്ച് കർത്താവെ, ഇന്ന് നീ കൂടെ ഇരുന്ന് ആശ്വാസമരുളുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, സഹോദര സഹോദരി, കർത്താവ് പറയുന്നു, മകനെ മകളെ, എന്നിലേക്ക് നോക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാൽവറിയുടെ ഉന്നതങ്ങളിൽ ബലിയായവനാണ്. നിങ്ങളുടെ എല്ലാ കഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാ പ്രയാസങ്ങളും വേദനകളും എന്നിലേക്ക് സമർപ്പിക്കുക. ഞാനാകുന്നു വരുവാനുള്ള മശിക, ഞാൻ തന്നെയാണ് ദൈവപുത്രൻ. കൃത്യമായിട്ട് നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ തക്കോണം നിന്റെ മക്കൾ ഓരോരുത്തരെയും നീ ഒരുക്കണമേ. അവരുടെ സകലവിധ ആവശ്യങ്ങളെയും കർത്താവ് നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്ലാനുകളും പദ്ധതികളെല്ലാം സമർപ്പിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, നിറയ്ക്കണമേ. ഒരാത്മാവ് നശിച്ചുപോകാൻ ഇടവരുത്തരുതേ. എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി കൂടെ ഇരുന്ന് കർത്താവ് വഴി കാണിച്ചു കൊടുക്കണമേ. പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാവരെയും നീ അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.